ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ കീഴിലുള്ള IPL സമാനമായ ലീഗാണ് ദി 100. 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ലീഗിൽ 2025 പുറത്തു നിന്നുള്ള ഫ്രാഞ്ചൈസികൾക്ക് ഷെയറുകൾ വാങ്ങാൻ അനുമതി നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികളായ മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർ ടീമുകളെ വാങ്ങുകയും പുതിയ പേര് നൽകുകയും ചെയ്തു. ഇതിൽ സൺറൈസേഴ്സ് മാത്രമാണ് 100 മില്യൺ കൊടുത്ത് ടീമിനെ പൂർണ്ണമായും സ്വന്തമാക്കിയത്. ഇനി എന്താണ് നിലവിലെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് നോക്കിയാൽ, താരലേലത്തിന് മുൻപേ പാകിസ്ഥാൻ താരങ്ങളെ ടൂർണമെന്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സാധ്യമല്ലെന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ശക്തമായ നിലപാടെടുത്തു. ഒരു രാജ്യത്തിനും വിലക്കില്ലെന്നും താരങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയെന്നും ECB പറഞ്ഞതോടെ ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ അതിന് വഴങ്ങുകയും ചെയ്തു. പാകിസ്ഥാൻ താരങ്ങളെ വാങ്ങേണ്ടതില്ല എന്നായിരുന്നു ഇന്ത്യൻ ഫ്രാഞ്ചൈസികൾ തമ്മിലുള്ള ധാരണ എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ലേലത്തിൽ ഇന്ത്യൻ രൂപ ഏകദേശം 2.34 കോടിക്ക് പാകിസ്ഥാൻ താരം അബ്രാർ അഹമ്മദിനെ സൺറൈസേഴ്സ് അവരുടെ ടീമായ സൺറൈസേഴ്സ് ലീഡ്സ് ടീമിലെത്തിച്ചു. വാശിയേറിയ ലേലത്തിനൊടുവിൽ പരിശീലകൻ ഡാനിയൽ വെറ്റോറിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തീരുമാനം. എന്നാൽ ഇതോടെ ഇന്ത്യയിലെ ചില ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യത്തെ അപമാനിച്ച താരമാണ് അബ്രാർ എന്നും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി പാകിസ്ഥാനായിട്ട് ഒരു തരത്തിലും സന്ധിയില്ല എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ലീഗിൽ പാകിസ്ഥാൻ താരങ്ങളെ കളിപ്പിക്കാൻ പാടില്ലെന്ന വാദം തന്നെ തെറ്റാണ്. ആകെ ചെയ്യാവുന്നത് പൂർണ്ണമായും പാക് താരങ്ങളെ ഒഴിവാക്കി ടീമിനെ സജ്ജമാക്കുക എന്നതാണ്. പക്ഷേ കിരീടം നേടാൻ നല്ല ടീമിനെ ആവശ്യമുള്ളത് കൊണ്ട് അബ്രാറിനെ പോലെ മികവുള്ള താരങ്ങൾ ടീമിലെത്തുക സ്വാഭാവികമാണ്. പക്ഷേ അതിനെ രാജ്യദ്രോഹമായി കാണുന്നത് യോജിക്കാനാവുന്നതല്ല. സൺ നെറ്റ്വർക്കിന് നേരെയും കാവ്യമാരന് നേരെയും അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ആരാധകരുടെ സൈബർ ആക്രമണത്തിൽ സൺറൈസേഴ്സ് ലീഡ്സിന്റെ X അക്കൗണ്ട് അധികൃതർ സസ്പെൻഡ് ചെയ്തു. Xന്റെ നിയമങ്ങൾ ലംഘിച്ചു എന്നതാണ് കാരണമായി കാണിക്കുന്നതെങ്കിലും എന്താണ് ആ നിയമലംഘനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സ്പോർട്സിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നത് ഏറെ നാളായി തുടരുന്ന ചർച്ചയാണ്. ഇതിനു മുൻപും ഇന്ത്യ പാക് സംഘർഷങ്ങൾ ഉണ്ടായത് സ്പോർട്സിലേക്ക് എത്തിയിരുന്നില്ല. നേരത്തെ ബംഗ്ലാദേശ് വിഷയത്തിൽ IPL നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുസ്തഫിസുർ റഹ്മാനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ദി 100 അബ്രാറിനും ഇതേ അവസ്ഥയായിരിക്കുമോ എന്നാണ്.